കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ഒന്ന്, പിണറായി വിജയൻ്റെ ശരീരഭാഷ; രണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങൾ, അതിൻ്റെ ഘടന, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൂർത്ത മുനകൾ, ഇതെല്ലാം കണ്ട് പിണറായി വിജയൻ എങ്ങോട്ടാണ്, CPM എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ പ്രയോഗമുണ്ടല്ലോ, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ എന്ന്. CPIയുടെ ഈ ഗതി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൻപുറത്തെ ആളുകൾ പറയാറുള്ള ഈ വാചകമാണ് ഓർമ്മ വന്നത്. ദൈവമേ, ഒരു പാർട്ടിക്കും ഈ ഒരു ഗതികേട് വരുത്തരുതേ എന്നുള്ളതാണ്. CPIയെ കുറിച്ച് ഓർക്കുമ്പോൾ CPI ഏത് നിരയിൽ നിന്ന ഒരു പാർട്ടിയാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായ രാഷ്ട്രീയ പാർട്ടി സത്യത്തിന് CPI ആയിരുന്നു. അത് ആൾബലം കൊണ്ടല്ല, ബുദ്ധിശക്തിയും കൗശലവും സാമർഥ്യവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമുള്ള നേതാക്കന്മാർ ആ പാർട്ടിയെ നയിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിന് അവിസ്മരണീയരായ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണാധികാരികളെ സംഭാവന ചെയ്തൊരു മഹത്തായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1964 പാർട്ടി പിളർന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിലും പിളർപ്പുണ്ടായി. അതിലെ CPIMൻ്റെ നേതൃത്വം EMSനും CPIയുടെ നേതൃത്വം MN ഗോവിന്ദൻ നായരിലും എത്തി. 64 പാർട്ടി പിളർന്നെങ്കിലും 65 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ CPIയും CPMും ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ നമ്പൂതിരിപ്പാട് വളരെ സമർത്ഥമായി കരുക്കൾ നീക്കി. അദ്ദേഹം ലീഗിനെ ഒപ്പം നിർത്തി CPIയെ നിലംപരിശാക്കി. അതാണ് കേരള രാഷ്ട്രീയ യുദ്ധം കാണുന്ന ഏറ്റവും തന്ത്രപരമായ ഒരു വിജയം EMS നേടിയതാണ് 1965. ഒന്ന്, എണീക്കാൻ കഴിയാത്ത വിധത്തിൽ CPIയെ ദുർബലമാക്കാൻ EMSന് കഴിഞ്ഞു. എന്നാൽ 67 ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ, ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ CPIയും CPMും ഒന്നിച്ച് ഇടതുപക്ഷ സർക്കാരിൽ പങ്കാളികളാകുകയും ചെയ്തു. പക്ഷേ EMSന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്ത് വില കൊടുത്തും CPIയെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക. അതായിരുന്നു EMSൻ്റെ ലക്ഷ്യം. ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികളിൽ ഒന്നായിരുന്നു CPI എങ്കിലും EMS വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് കരുക്കൾ നീക്കിയത്. EMS നടത്തിയ തന്ത്രപൂർവമായ കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് TV തോമസിനും അതുപോലെ MN ഗോവിന്ദൻ നായർക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. അന്ന് നിയമസഭയിലെ പ്രതിപക്ഷ കക്ഷികൾ പോലും പറയാൻ ധൈര്യപ്പെടാത്ത, ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് EMS പ്രഥമ ദൃഷ്ട്യാ ഇവർ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞ് EMS മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അന്ന് CPIയുടെ മുന്നിലെ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ: ഒന്നുകിൽ CPMന് കീഴടങ്ങുക, അതല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി വിട്ടുപോവുക. MN ഗോവിന്ദൻ നായർ വളരെ സമർത്ഥനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ മുന്നണി വിട്ടുപോയി എന്ന് മാത്രമല്ല, C അച്യുതമേനോനെ മുൻനിർത്തി 1970 കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു. കോൺഗ്രസുമായിട്ട് കൂട്ടുചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. EMS സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇത്തരം തന്ത്രപൂർവമായൊരു നീക്കം MN ഗോവിന്ദൻ നായരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും നടത്തുമെന്നുള്ള കാര്യം. C അച്യുതമേനോൻ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു തടസ്സവുമില്ല. കരുണാകരനെ ഞാൻ മറക്കുന്നില്ല, PS-നെ പോലൊരു യോദ്ധാവിനെ മറക്കുന്നില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു ജനകീയ മുഖ്യമന്ത്രിയെ ഞാൻ മറക്കുന്നില്ല. പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് പറയും അത് ശ്രീ C അച്യുതമേനോനായിരുന്നു എന്ന്. അതിന് തർക്കമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ 1967 CPIയും CPMും തമ്മിൽ നടന്ന യുദ്ധം 1977 പര്യവസാനിക്കുകയാണ്. 1977 വലിയ വിജയം നേടി UDF അധികാരത്തിൽ വന്നെങ്കിലും പിന്നാലെ CPI ഐക്യ ജനാധിപത്യ മുന്നണി UDF വിട്ട് LDFിലേക്ക് പോയി. അത് ഒരു ചരിത്ര നിയോഗമായിരുന്നു. അവരുടെ ശനിദശ അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം പരിശോധിച്ചാൽ, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, കേരളം കണ്ട ഏറ്റവും മികച്ച പാർട്ടി സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ഞാൻ പറയും അത് CK ചന്ദ്രപ്പനായിരുന്നു. കാരണം CPMന് പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു. CH കണാരൻ തൊട്ട് പിണറായി വിജയൻ, ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ വരെയുള്ള ആളുകൾ പാർട്ടി സെക്രട്ടറിമാരായിരുന്നു.
പക്ഷെ CPM-ന് ഉറച്ച അടിത്തറയുണ്ടായിരുന്നു, ആൾബലമുണ്ടായിരുന്നു, സാമ്പത്തികമായ ബലമുണ്ടായിരുന്നു. CPIക്ക് അതല്ലായിരുന്നു. CPIയുടെ നേതാക്കന്മാർ അഴിമതിയുടെ കറ കയ്യിൽ പുരളാത്തവരായിരുന്നു. പാർട്ടിയുടെ സ്വാർത്ഥതയ്ക്കപ്പുറം ജനകീയ വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുത്തവരായിരുന്നു. ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ളവരായിരുന്നു. കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർക്ക് ഒരു പാർട്ടിയെ വളർത്തിയെടുക്കണമെങ്കിൽ അസാധാരണമായ ബുദ്ധിവൈഭവവും അതുപോലെ തന്നെ തന്ത്രവും ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് CPI മുന്നോട്ട് പോയത്. പക്ഷേ 77-ലെ അച്ഛമ്മേനോൻ UDF ഗവൺമെൻറ്റിന് ശേഷം അവർ UDF വിട്ടുപോയി LDF-ൽ ചേക്കേറിയതോടുകൂടി അവരുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ CPIയുടെ കഷ്ടകാലം ആരംഭിക്കുന്നത് അപ്പോഴൊന്നുമല്ല, മറിച്ച് വെളിയം ഭാർഗവൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ കാര്യമായി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ നടത്തുകയും ചെയ്തു. അത് പാർട്ടിയുടെ മൊറാലിറ്റിയെ പരിപൂർണമായി തകർത്തു. ഇന്നിപ്പോഴേ 1964 EMSൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പോവുകയാണ് 2026 പിണറായി വിജയൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ ലക്ഷ്യം CPIയെ പരിപൂർണമായി തകർക്കുക എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ ഉപനേതാവൊന്നും പിണറായി വിജയൻ്റെ പ്രശ്നമേ അല്ല. വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് പിണറായി വിജയൻ നീങ്ങുന്നത്. അതായത് EMS സ്വപ്നം കണ്ട ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്ന് ചരിത്രം എഴുതണം. എന്ത് വില കൊടുത്തും CPIയെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ വിഷയം, അതായത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ വിഷയം ചർച്ചയ്ക്കായി പിണറായി വിജയൻ പൊതുസമൂഹത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളൊന്നും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതം നമുക്ക് കാണാൻ കഴിയും. ഞാൻ ശ്രീ പിണറായി വിജയൻ്റെ പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ടൊന്ന് വായിക്കാം. ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. മാധ്യമങ്ങൾ ബേജാറാകണ്ട. കത്തിൽ CPM നേതാവിൻ്റെ പേരായിരിക്കും. ഒരു സംശയവുമില്ല, മാറ്റവും ഉണ്ടാകില്ല. CPM-ൻ്റെ ഒരു നേതാവിനെ തന്നെയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവായി താൻ നിർദ്ദേശിക്കുന്നതെന്നും അതടിസ്ഥാനത്തിലായിരിക്കും താൻ കത്ത് കൊടുക്കുന്നത് എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ധീരമായി തന്നെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, ടോണാലിറ്റി നോക്കണം വാചകങ്ങളിൽ, വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ബിനോയ് വിശ്വം അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കണം. ഉഭയകക്ഷി ചർച്ച നടക്കുന്ന പ്രശ്നത്തിൽ ഏകപക്ഷീയമായി പിണറായി പ്രസ്താവന നടത്തിയത് അംഗീകരിക്കാനാവില്ല. സ്നേഹത്തോടെയും വിനയത്തോടെയും അങ്ങനെ പറയാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടെയും വിനയത്തോടെയും നിർബന്ധിതനായിരിക്കുകയാണ്. ഒരു ഫൈറ്റർ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന ഒരു ഫൈറ്റർ അല്ല, വളരെ ദുർബലനായ ഒരു നേതാവ് മാത്രമാണ്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ പിണറായി വിജയൻ ഈ വിഷയം എടുത്തിട്ടത് പാർട്ടിയിൽ തൻ്റെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയിൽ തൻ്റെ സ്ഥാനം ദുർബലമാകുന്നു എന്ന് കണ്ട് വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കാര്യം പിണറായി വിജയൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചത്. ഇവിടെ CPIM തീർച്ചയായിട്ടും പിണറായി വിജയനോടൊപ്പം നിന്നേ പറ്റുള്ളൂ. പ്രതിപക്ഷ ഉപനേതാവിനെ CPIക്ക് വിട്ടുകൊടുക്കണമെന്ന് ഏതെങ്കിലും വിവരമുള്ള ഒരു CPM നേതാവ് പറയുമോ? ഒരു കാരണവശാലുമില്ല. അപ്പോൾ CPI ഒരു ഫൈറ്റിനിറങ്ങിയാലോ CPM ഒറ്റക്കെട്ടായിട്ട് പിണറായി വിജയൻ്റെ പിന്നിൽ അണിനിരക്കും. ഇതാണ് വാസ്തവം. പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം CPIയെ അടിക്കാൻ മാത്രമല്ല പാർട്ടിയിലെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ കൂടി ഉപയോഗിച്ച ഒരു തന്ത്രമാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കാര്യത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ വിവാദം. ഇനി നമുക്ക് CPIയുടെ മുന്നിൽ എന്ത് മാർഗങ്ങളുണ്ട് എന്ന് നോക്കാം. CPIയുടെ മുന്നിൽ എൻ്റെ അഭിപ്രായത്തിൽ 3 മാർഗങ്ങളാണ് ഉള്ളത്. നിയമസഭ കൂടുമ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് ഇരിക്കണം എന്നവർക്ക് ആവശ്യപ്പെടാം. CPM-ൻ്റെ നിലപാടുമായിട്ട് യോജിപ്പാൻ പറ്റില്ല, ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയില്ല, അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി ഞങ്ങളോട് ആലോചിക്കാതെ ഒപ്പിട്ടു, അങ്ങനെയൊക്കെ പറയാം. ജനങ്ങളോട് അതെല്ലാം പറയാൻ പറ്റും. ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് അവർക്ക് ഇരിക്കാൻ കഴിയും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന് UDF-ലേക്ക് പോവുക, അതായത് 1977 മുമ്പുള്ള ഒരു ബന്ധത്തിലേക്ക് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായ കീഴടങ്ങലല്ലാതെ ബിനോയ് വിശ്വത്തിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. ബിനോയ് വിശ്വത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പഴയ ഒരു പാട്ടുണ്ടല്ലോ, അതൊരു സിനിമ പാട്ടായിട്ടും വന്നു. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വത്തിനൊത്ത ഒരു ശങ്കരനെയാണ് ഡൽഹിയിൽ കിട്ടിയിരിക്കുന്ന D രാജ. പാവം
നമുക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു പാർട്ടി നേതാവ് ആയിട്ടല്ല തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സഹതാപമാണ് തോന്നുന്നത്. ഈ പാവം ഒരു മനുഷ്യൻ, അതിനപ്പുറത്തൊന്നുമില്ല. ഡി രാജയിൽ ഒരു നേതാവിൻ്റെ വേണ്ട ഒരു ക്വാളിറ്റി ഇല്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഡി രാജ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളവനായിരുന്നെങ്കിൽ സെക്രട്ടറിയേറ്റ് അവിടെ ഇരിക്കുമായിരുന്നില്ല, ഇരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ CPIയുടെ സ്ഥിതി എന്താണ്? അത് ചക്കയ്ക്കൊത്ത പിച്ചാത്തിയായിട്ട് മാറിയിരിക്കുന്നു. ആർജവത്തോടെ എണീറ്റ് നിന്നാൽ വർത്തമാനം പറയാൻ നട്ടലുള്ള ഒരു നേതാവും ആ പാർട്ടിയിലില്ല. വളരെ ധീരന്മാരായ നേതാക്കന്മാരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി. അവസാനത്തെ പാർട്ടി സെക്രട്ടറി, അതായത് ബിനോയ് വിശ്വം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി ശ്രീ കാനൻ രാജേന്ദ്രനായിരുന്നു. അദ്ദേഹം ധീരനായിരുന്നു, തന്ത്രശാലിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ CPI ആഗ്രഹിച്ച പോലെ, അതുമല്ലെങ്കിൽ പൊതുസമൂഹം ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. പാർട്ടിയെ തന്നെ പിന്നിൽ ഒറ്റക്കെട്ടായി നിർത്താൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. ധീരമായൊരു വിഷയത്തിൽ പ്രതികരിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. എൻ്റെ വിശ്വാസം CPIയുടെ അന്ത്യയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും CPI ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ അതൊരു ഗതകാല സ്മരണയായി മാറും. ആ ഗതകാല സ്മരണയിൽ ബിനോയ് വിശ്വം ഉണ്ടാവില്ല. ആ ഗതകാല സ്മരണയിൽ ഉണ്ടാകുന്നത് C. അച്യുതമേനോനും TV തോമസും MN ഗോവിന്ദൻ നായരും അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരായിരിക്കും. ഒരിക്കലും ബിനോയ് വിശ്വത്തിന് ഇനി ചരിത്രത്തിൽ ഇടം നേടാൻ കഴിയില്ല. അതിനുള്ള കഴിവും അദ്ദേഹത്തിനില്ല. പൂർണ്ണമായ കീഴടങ്ങലല്ലാതെ ബിനോയ് വിശ്വത്തിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അതാണ് EMS 64 സ്വപ്നം കണ്ടത്. 2026 സാധിച്ചെടുക്കാൻ പിണറായി വിജയന് കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.